ബോയ്സിന്റെ അമ്മമാരാണോ? എങ്കിൽ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 3 ആൺമക്കളാണെന്ന് അറിയുമ്പോൾ മിക്കവരും ആദ്യം പറയുന്നത്, ഓ ആൺമക്കളല്ലേ, വലിയ ടെൻഷൻ ഇല്ലല്ലോ, വലിയ ചെലവില്ലല്ലോ വളർത്താൻ, കല്യാണത്തിനായി പൈസയും ഗോൾഡ് സേവ് ചെയ്യണ്ടല്ലോ, ഗേൾസിനെ പോലെ പേടിച്ച് വളർത്തണ്ടല്ലോ, സുഖമായല്ലോ, എന്ത് നോക്കാനാ. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാറുണ്ട്. കാരണം കുട്ടി ആണോ പെണ്ണോ എന്നതല്ല ഒരു മാതാവിന്റെ ഉത്തരവാദിത്വം തീരുമാനിക്കുന്നത്. ഈ സൊസൈറ്റിയിലെ മക്കളെ എസ്പെഷ്യലി ബോയ്സിനെ വളർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, നോ എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പഠിപ്പിക്കണം, വീട്ടുജോലികൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണെന്ന് പഠിപ്പിക്കണം. അങ്ങനെ പഴയ തലമുറ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് ബോയ്സിന്റെ അമ്മമാരെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സുഖമായല്ലോ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന്. ഞങ്ങൾ ബോയ് മോംസിന് വീട്ടിലെ റാണി എന്ന് പേരേ ഉള്ളൂ, ഫുൾ ടൈം ജോലിയാണ്. പിന്നെ ചെലവിന്റെ കാര്യം ഗേൾസിനെ പോലെ തന്നെ ചെലവുകൾ ബോയ്സിനും ഉണ്ട്. അവർക്കും പഠിക്കാനുള്ളതും ജീവിക്കാനുള്ളതെല്ലാം നമ്മൾ കണ്ടത്. കേവലം കെട്ടിച്ചുവിടൽ മാത്രമല്ലല്ലോ പാരന്റിങ്. പിന്നെ കെയറിന്റെ കാര്യം ബോയ്സിനും കെയർ വേണം, ഗേൾസിനെ പോലെ തന്നെ പേടിച്ച് തന്നെ വളർത്തണം. വേറെ വീട്ടിൽ പോയി ജീവിക്കേണ്ടതില്ല എന്ന് പണ്ട് നമ്മുടെ അമ്മമാര് നമ്മൾ ഉപദേശിക്കുന്ന പോലെ ഇന്ന് ഞങ്ങൾ ബോയ്സിന്റെ അമ്മമാരും ഭാവിയിൽ ഒരു പെണ്ണിനെ വന്ന് നോക്കേണ്ടതല്ലേ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം മൂല്യങ്ങളും സ്നേഹങ്ങളും സുരക്ഷിതമായ ഒരു അടിത്തറയും കൊടുക്കേണ്ടത് ഞങ്ങൾ ബോയ് മോംസിന്റെ കൂടി ഉത്തരവാദിത്വം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ മെനക്കെടാത്തതുകൊണ്ട് ഞാൻ അവരോടൊക്കെ ഒന്ന് ചിരിച്ചാണ്. അപ്പൊ ഞങ്ങൾ ബോയ് മോംസിനും ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. നിങ്ങളോട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.